യൂസ്ഡ് മൊബൈൽസ് ഒക്കെ 3 മാസം മുതൽ 1 ഇയർ വരെ വാറണ്ടി. പിന്നെ 5000 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്ന യൂസ്ഡ് മൊബൈൽസിനൊക്കെ 0 ഡൗൺ പേയ്മെന്റിൽ നല്ല കിടിലൻ EMI ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് തന്നാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഹലോ, ഇവിടെ എന്തോ ചെറിയ പൈസക്ക് ഫോൺ കൊടുക്കേണ്ടതാണ്. യൂസ്ഡ് ഫോൺ 5000 മുതൽ നമ്മളെ സാധാരണക്കാർക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വേണേ കൊടുക്കാം. EMI ആയിട്ട് കൊടുക്കാം. നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. കാണുന്നത് ഫുള്ള് 5000 രൂപ മുതൽ 10000 രൂപ വില വരുന്ന ഫോണുകളാണ് മൊത്തം. ഈ കൗണ്ടറിൽ കാണുന്നൊക്കെ ഒരു 10000 രൂപ മുതൽ 20000 രൂപ വില വരുന്ന ഫോണുകളാണ്. സാംസങ്ങിന്റെ A9 പ്ലസ് ഏറ്റവും ലേറ്റസ്റ്റ് ടാബ് 25000 രൂപയാണ് പുതിയ വരുന്നത്. സീൽഡ് ബോക്സ് വിത്ത് 1 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് 17000 രൂപ. ഓട്ടോന്റെ 22500 പുതിയ വരുന്ന ടാബ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് 12500. പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഞങ്ങളെ വീട്ടില്. സാംസങ്ങിന്റെ 14000 രൂപ വരുന്ന ടാബ് ഉണ്ട് നമ്മളെടുത്ത് 6000 രൂപക്ക്. അതേപോലെ ഐപാഡുകൾ വേണ്ടവർക്ക് ഐപാഡുകൾ നമ്മളെടുത്തുണ്ട് 3 മാസം മുതൽ 1 വർഷം വരെയാണ് നമ്മൾ ഇതിനൊക്കെ വാറന്റി എടുക്കുന്നത്. ഫിനാൻസ് വേണ്ടവർക്ക് ഫിനാൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കാണുന്ന റെഡ്മി, ഓപ്പോ, വിവോ എല്ലാ ഫോണുകളും, എല്ലാ ബോക്സ് പീസ് ഫോണുകളും കമ്പനി വാറന്റി ബാക്കിയുള്ള ഫോണുകളാണ്. 100% വിശ്വസിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ കൊടുവള്ളി മൊബിക്കോയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളെ സിബിൽ സ്കോർ ഓക്കെ ആണോ? നിങ്ങളെ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ 5000 രൂപ മുതൽ വില വരുന്ന ഏത് ഫോണുകൾക്കും 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് എല്ലാ പർച്ചേസിന്റെയും കൂടെ ഉറപ്പായ ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്മാർട്ട് വാച്ച് ഇതിന് 900 രൂപ. പിന്നെ 6 മാസം റീപ്ലേസ്മെന്റ് വരുന്ന നെക്ക് ബാൻഡ് ഇതിനും 900 രൂപ. പിന്നെ ഈ സ്പീക്കർ 700 രൂപ. ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് ഞാൻ 999 രൂപയ്ക്ക് ഒരു കിടിലൻ കോംബോ ഓഫർ ആയിട്ട് എടുത്തു തരും. ഇത് കൂടാതെ മൊബൈലിന്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. യൂസ്ഡ് മൊബൈൽ ഫോണൊക്കെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് മൊബിക്യു. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളി AFCന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ്.